കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് G പടിക്കൽ പ്രതികരിച്ചു. നിയമപോരാട്ടം തുടരുമെന്നായിരുന്നു വന്ദനയുടെ മാതാപിതാക്കളുടെ പ്രതികരണം. ചികിത്സ നൽകാനെത്തിയ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായി കണ്ട് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ബോധമില്ലാത്ത സമയത്തു ചെയ്ത കുറ്റത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം നൽകി ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചിരുന്നു. ഇതിൽ കൊലപാതക കുറ്റത്തിനാണ് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ കോടതി വിധിച്ചത്. മറ്റ് 8 വകുപ്പുകളിലായി 30 വർഷം ശിക്ഷ അനുഭവിക്കണം. ആദ്യം 30 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കും. വധശിക്ഷയുടെ സാധ്യത തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്ന ആദ്യ കേസ് കൂടിയാണിത്. പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും, വധശ്രമത്തിൻ്റെ 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും, 326 വകുപ്പ് പ്രകാരം മറ്റൊരു 10 വർഷം കഠിന തടവും, ആശുപത്രിയിൽ അഗ്നിക്രമം കാണിച്ചതിന് 5 വർഷം കഠിന തടവും, അതുകൂടാതെ 323, 324, 332, 333 വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷകൾ ഉൾപ്പെടെ ആദ്യത്തെ 30 വർഷം ശിക്ഷ അനുഭവിച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കേസിൽ 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം പ്രതി ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കോടതിക്ക് പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. പക്ഷേ IPC 302 2 തരത്തിലുള്ള ശിക്ഷകൾ അനുവദിക്കുവാനുള്ള വിവേചന അധികാരം കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യമല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജീവപര്യന്തം ശിക്ഷയിലേക്ക് ഈ പ്രതിക്ക് കോടതി ഉത്തരവുണ്ടായിട്ടുള്ളത്. മകൾ അനുഭവിച്ച വേദന ക്രൂരമായിരുന്നുവെന്നും പരമാവധി ശിക്ഷയ്ക്കായി നിയമപോരാട്ടം തുടരുമെന്നും വന്ദനയുടെ മാതാപിതാക്കൾ. ആശ്വാസമുണ്ട്, എങ്കിൽ പോലും എൻ്റെ മോൾ അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടും അത് പകരമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ആലോചിച്ചിട്ട് കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ശിക്ഷയല്ലേ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതിയെ ഞങ്ങൾ മാനിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ എല്ലാമായ പ്രതാപ് G പടിക്കൽ സാറുമായിട്ട് ആലോചിച്ച് അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഏതായാലും മകളുടെ നീതിക്ക് വേണ്ടി പോരാട്ടം തുടരുക എന്നുള്ളത് തന്നെ മരണം വരെ. സന്ദീപിന്റെ മാതാവും വിധി കേൾക്കാൻ കോടതിയിലുണ്ടായിരുന്നു. 2023 മെയ് 10 പുലർച്ചെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ക്രൂര കൊലപാതകം നടന്നത്. കാലിന് പരിക്കേറ്റ കുടവട്ടൂർ സ്വദേശിയായ സന്ദീപിനെ പൂയപ്പള്ളി പോലീസ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രകോപിതനായി സർജിക്കൽ കത്രിക ഉപയോഗിച്ചാണ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, കൊല്ലം.